ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്നാസ് കിച്ചൺ. ഇന്ന് നല്ല മലബാർ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ദം ബിരിയാണി, അതും അടിപൊളി ടേസ്റ്റിയാണ്. അത് മാത്രമല്ല, ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഞാൻ ഇത്രയും വെജീസ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. 3 വല്യുള്ളി, 5 തക്കാളി, 2 പൾപ്പ് വെളുത്തുള്ളി, പിന്നെ 5-6 പച്ചമുളക്. ഇപ്പോൾ ഞാനൊരു ചെമ്പിൽ വെള്ളം നന്നായി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. ഇത്രയും പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ബിരിയാണി ലീഫ് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് തിളച്ച് മറിയട്ടെ. അപ്പോഴേക്കും നമ്മൾ അരി കഴുകി എടുക്കുകയാണ്. ഞാൻ ഒരു 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് നമ്മുടെ തിളച്ച് മറിയുന്ന നമ്മുടെ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചുറ്റിയെടുക്കണം. അപ്പോഴേക്കും ഞാനൊരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ 3 വലിയ ഉള്ളി നന്നായിട്ട് കനമില്ലാതെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കനമില്ലാതെ വെട്ടിയെടുക്കുക കേട്ടോ. സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഉള്ളി നന്നായി വഴന്ന് വരണം. അതുവരെയും ജസ്റ്റ് ഒന്ന് അടച്ചിട്ടാണെങ്കിൽ അടച്ച് വെച്ച് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളി ഒരിക്കലും ബ്രൗൺ കളർ ആവരുത്. ആ പിങ്ക് നിറത്തോട് കൂടി തന്നെ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ആ ഒരു ലൈറ്റ് കളറിൽ കിട്ടുക. നന്നായിട്ട് പിങ്ക് കളർ തന്നെ ആയി വന്നപ്പോൾ നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തു. ഞാനിത് ഏകദേശം 1 കിലോയോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, 2 ബൾബ് വെളുത്തുള്ളിയും അത്യാവശ്യം ഒരു 4-5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയും ഒരു 6-7 പച്ചമുളകും കൂടി കൂട്ടി അരച്ച അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചിക്കനും ആ അരപ്പും കൂടി ഒന്നൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മളെ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊരു തിളച്ച് വരുമ്പോൾ ഒരു ചെറുനാരങ്ങയും കൂടി അതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം. ഇനി ചെറുനാരങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുർക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സുർക്ക് പറഞ്ഞാൽ വിനാഗിരി. അപ്പോൾ ഏകദേശം നമ്മളെ ചോറും 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതങ്ങ് ഊറ്റിയെടുത്ത് മുഴുവനായിട്ട് തന്നെ ഊറ്റിയെടുത്ത് റെഡിയാക്കി വെക്കുക. നമ്മുടെ ചിക്കനും അതേസമയം വെന്ത് ഒരു 3/4 ഭാഗത്തോളം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മലബാറി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചോറിന് എന്ത് വരും, വലിയ കളറൊന്നും ഉണ്ടാവില്ല. ലൈറ്റ് കളറിലുള്ള ആ ഒരു കല്യാണ ബിരിയാണി ഉണ്ടാവില്ലേ, അതുപോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മലബാർ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്മെല്ല്, സുഗന്ധമുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിച്ചാലാണ് മലബാർ ബിരിയാണിയാണ് അതിനുത്തരം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഒരു 2 കൈപ്പിടിയോളം മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തു. നല്ല കട്ട തൈരാണ്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളവും നമ്മുടെ തൈരും കൂടി ചേർത്തിപ്പോൾ വെള്ളമൊക്കെ നന്നായി, മസാലയും വെള്ളവും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറുകിയിട്ടുള്ള ആ ഒരു കളറിൽ ആ ഒരു സ്പൈസസ് ആയിട്ടുള്ള ചാറും കൂടി ആകുമ്പോൾ അടിപൊളിയായി. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോൾ അത്രയും സ്പൈസസ്, ഏലക്കായും പട്ടയും കരാമ്പൂ എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗരം മസാല അത് ഇതിലേക്ക് ഞാൻ 2 തവണയായിട്ട് ഓരോ പിടിയിട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്ത് അല്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് 10 മിനിറ്റ് ഒന്ന് തിളച്ച് നമ്മളെ ചിക്കനും വേവണം. ആ ഒരു മസാലപ്പരിവായി കിട്ടണം. ഇപ്പോൾ ഒരു സ്പൂൺ എടുത്ത് നമ്മൾ വെറുതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കയ്യിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് നാവിൻ തുമ്പത്തിലേക്കൊന്ന് വെച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ സ്പൈസസ് ഉണ്ടല്ലോ, ഉപ്പും നമ്മുടെ ആ ഒരു ഗരം മസാലയുടെ ഫ്ലേവറും എല്ലാം കൂടി റെഡിയാണോ എന്ന് നോക്കാം.
ഇനി അതിന് ശേഷം ഞാനെന്താ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് നന്നായിട്ട് ഒരുക്കിയതിന് ശേഷം അതിലേക്കൊരു വലിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് അല്പം കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. ഇതെല്ലാം റെഡി ആയതിനു ശേഷം നമ്മുടെ ചോറ് ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചോറ് ലെയറുകളായിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തവി വെച്ച് അമർത്തി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വലിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇല്ലേ അതും ഇട്ട് കൊടുക്കണം. കൂടാതെ ഒരു അല്പം ഗരം മസാല ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. ഒരിക്കലും ഫ്ലേവർ കൂടിപ്പോവരുത്, അപ്പോഴും നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങ് മാറും. പിന്നെ ഇതുപോലെ ജസ്റ്റ് ഓരോരോ സ്പൂൺ വെച്ചിട്ട് തവി വെച്ചിട്ടോ അതൊന്ന് ഇങ്ങനെ ഹോൾസ് ആക്കി മാറ്റാം. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ ഫ്ലേവർ അങ്ങ് മേലോട്ട് എടുക്കുക. പിന്നെ ഇന്ന് നേരത്തെ മൂപ്പിച്ച് വെച്ചതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. ഉള്ളി ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരല്പം കൈപ്പിടി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് രണ്ടാമതും ഇതുപോലെ തന്നെ ലെയറാക്കി ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ബിരിയാണി ലീഫ് ജസ്റ്റ് ഒന്ന് ആ ഹോൾസിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ലാസ്റ്റ് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയറായി ചോറിട്ട് കൊടുത്തു. ഇനി രണ്ടാമതും നമ്മൾ വീണ്ടും നമ്മൾ മൂപ്പിച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും എല്ലാം കൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ബിരിയാണി ലീഫ് ഒന്ന് വെച്ച് കൊടുക്കുക. അല്പം മല്ലിയിലയും പുതിനയിലും കൂടി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ദമ്മാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം ഗരം മസാല കുറച്ചുകൂടി തൂവി കൊടുക്കണം കേട്ടോ. ഇപ്പം ഇതുപോലെ നമ്മുടെ മലബാർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക. ഇതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം നെയ്യുണ്ടല്ലോ, പച്ചയ്ക്ക് നെയ്യ് ഉരുക്കാത്ത നെയ്യ് അതുപോലെ മുകളിൽ 2-3 സ്പൂണും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്കിത് ടൈറ്റായിട്ട് കനം വെച്ച് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയുടെ മാവുണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഒരു നല്ല കനമുള്ള ഇഷ്ടികയോ കല്ലോ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ ദമ്മ് കിടന്നതിന് ശേഷം മാത്രം ഇത് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മലബാർ ബിരിയാണി റെഡി. അപ്പോൾ മലബാർ ബിരിയാണിക്ക് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി അടിപൊളി തേങ്ങാ ചമ്മന്തിയും കൂടി ആയാലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും വരാം. സൈനിങ് ഔട്ട് അസ്നാ സക്കീർ.